സത്യദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്ന വായു, നമ്മൾ അനുഭവിക്കുന്ന വായുവിനെ സൃഷ്ടിച്ചത് ഈ ക്രിസ്തുവാണ്. നമ്മൾ അനുഭവിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ചത് ഈ കർത്താവാണ്. ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ഈ കർത്താവാണ്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ട, ദൈവത്തിന് ഒരു നിയമമുണ്ട്, നിയമപുസ്തകമുണ്ട്, ന്യായപ്രമാണം എന്ന് പറയും. ആ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന അതിലൊരു നിയമമാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതായത് പാപം ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന് മുമ്പിൽ നരകവിധിയിലേക്ക് പോകണം. പാപികളായിരിക്കുന്ന എല്ലാവരും മരിച്ചതിന് ശേഷം നിത്യമായിരിക്കുന്ന തീയിലേക്ക് കെട്ടുപോകാത്ത നരകാഗ്നിയിലേക്ക് എരിയപ്പെടണം. ഇത് ദൈവത്തിന്റെ നിയമാവലിയാണ്, നിയമപുസ്തകമാണ്. എന്നാൽ ദൈവം എന്താണ്? മുഖപക്ഷമില്ലാത്തവനായതുകൊണ്ട് യഹൂദനെന്നോ യവനെന്നോ ഇല്ല, തിരുമേനിയെന്നോ അച്ഛനെന്നോ ഇല്ല, പോറ്റിയെന്നോ ഇല്ല, പ്രിയപ്പെട്ട ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല. നീ മരിക്കുമ്പോൾ പാപം നിന്നിലുണ്ടെങ്കിൽ നീ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? പ്രിയ പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞ് ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങളുടെ മകൻ ഒരു ദിവസം കള്ളു കുടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ അവിടെ നിന്ന് കള്ളു കുടിക്കുന്ന കണ്ടു, അവൻ അവിടെ നിന്ന് ബീഡി വലിക്കുന്ന കണ്ടു. പ്രിയപ്പെട്ട, അത്രയും കേട്ടാൽ മതി. നിങ്ങൾക്ക് കോപം മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്ന വേദന കൊണ്ട് നിറയും. നിങ്ങളുടെ ഹൃദയം എന്താണ്? ആ മകനെ ഓർത്ത് തേങ്ങുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് നരകാഗ്നിയിലേക്ക് ഒഴുങ്ങിപ്പോകുമ്പോൾ തേങ്ങുന്ന ഹൃദയമുള്ള ഒരു ദൈവം പിതാവ് സ്വർഗത്തിലുണ്ട്.